അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ എല്ലാ കമന്റ് ബോക്സിലും എല്ലാ സോഷ്യൽ മീഡിയയിലും നിറഞ്ഞിരിക്കുന്ന ഒരു വിഭാഗമാണ് കേരളക്കാർ. സോ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ശരിക്കുമുള്ള റിയൽ കേരള സ്റ്റോറി ആണോ നമ്മുടെ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്? ഒരമ്പലവും ഒരു പള്ളിയും ഒരു മോസ്കും കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒരു ബീജം ഇട്ട് അങ്ങ് റിയൽ കേരള സ്റ്റോറി എന്ന് ഇട്ട് കഴിഞ്ഞാൽ മാറുന്നതാണ് നമ്മുടെ ജനസമൂഹം? ഒരിക്കലും അല്ല. ഒരാളെ പീഡനക്കേസ് പിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജാതിയും മതവും രാഷ്ട്രീയം നോക്കി അതിനെതിരെ പ്രവർത്തിക്കുന്നതാണോ കേരളക്കാരുടെ ബുദ്ധി, സ്വഭാവം, കൾച്ചർ? അല്ലെങ്കിൽ ഈ അടുത്ത് ബോംബുമായി പിടികൂടിയ ഒരു വ്യക്തിയുടെ മതം ഏതെന്ന് ചോദിക്കുന്ന കമന്റ് സെക്ഷനാണോ കേരളത്തിലെ ലിറ്ററസി റേറ്റ്, കേരളത്തിന്റെ ബുദ്ധിയുള്ള ആൾക്കാരുടെ ഒരു ശതമാനം? എന്താണ് ശരിക്കും ഈ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ആളുകളെ ജഡ്ജ് ചെയ്ത് അത് വിലയിരുത്തി അയാളുടെ മതവും രാഷ്ട്രീയം കൂട്ടിക്കലക്കുന്നതാണോ യഥാർത്ഥ കേരള സ്റ്റോറി? ഞാൻ 2004 ജനിച്ച ഒരാളാണ്. ഞാൻ കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു 2-3 ഇലക്ഷൻ വന്നു കാണും. എനിക്ക് അത്ര അറിയത്തില്ല. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഞാൻ ഇതിനു മുമ്പ് ഇതുവരെയും കേൾക്കാത്ത പ്രചരണങ്ങളാണ് ഈ തവണ കേൾക്കുന്നത്. മതത്തെയും രാഷ്ട്രീയത്തെയും ജാതിയെയും വെച്ച് പ്രചരണം നടത്തണം. ഞങ്ങളുടെ പാർട്ടി വന്നു കഴിഞ്ഞാൽ ഈ മതങ്ങൾക്ക് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കും, ഈ മതങ്ങളിലുള്ള പെട്ടൊരാൾ ഈ ഒരു നാട് ഭരിക്കണം. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രചരണങ്ങൾ. നിങ്ങളും ചിന്തിച്ചു നോക്കി, ഒരു 10 കൊല്ലം മുമ്പ് ഇതായിരുന്നു പ്രചരണങ്ങൾ. വികസനമായിരുന്നു പ്രചരണം. ആൾക്കാരുടെ ഒരു പൊളിറ്റീഷ്യന്റെ കേപ്പബിലിറ്റി ആയിരുന്നു പ്രചരണം. ഇപ്പം എങ്ങനെയാണ്? ഇപ്പം മതമാണ് പ്രചരണം. ഇതാണോ റിയൽ കേരള സ്റ്റോറി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറ. എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞു. നിങ്ങൾ കമന്റ് ബോക്സിൽ ഇതിനെപ്പറ്റി പറ. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇതാണോ ശരിക്കും കേരള സ്റ്റോറി? ഇതാണോ നമ്മൾ ബാക്കിയുള്ള നോർത്ത് ഇന്ത്യൻസിൽ നിന്ന് മറച്ചു വെച്ച് നമ്മുടെ ആൾക്കാരിലോട്ട് മാത്രം ഇഞ്ചക്ട് ചെയ്ത് നമ്മൾ ഭയങ്കര സംഭവമാണെന്ന് മറ്റുള്ളവരെ കാണിക്കുന്ന റിയൽ കേരള സ്റ്റോറി ഏതാണിതിൽ?